ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LNT. നമ്മൾ ഇന്ന് റിവിഷൻ ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവര കണക്കുകളെ രണ്ടാം ഭാഗം. ഒന്നാമത്തെ ചോദ്യം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. സ്ഥിരം എക്സാമിനേഷന് വരുന്നതുമാണ്. മീഡിയൻ ആയിരിക്കും എപ്പോഴും ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ദ ടേബിൾ ബിലോ ഷോസ് ദ വർക്കേഴ്സ് ഓഫ് എ ഫാക്ടറി സോർട്ടഡ് അക്കോർഡിംഗ് ടു ദ വേജസ്. ഫൈൻഡ് ദ മീഡിയൻ വേജ്. അതായത് ഒരു ഫാക്ടറിയിലെ തൊഴിലാളികളുടെ എണ്ണവും അവരുടെ ദിവസവേതനം അവരുടെ എണ്ണവും തന്നിട്ടുണ്ട്. അവരുടെ മീഡിയൻ വേജ്, മീഡിയൻ വരുമാനം, അതായത് മാധ്യമ വരുമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. മാധ്യമം. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കേ, ടേബിൾ വായിക്കാം. 400 to 500, 400 രൂപ മുതൽ 500 രൂപ വരെ 6 പേര്, 500 തൊട്ട് 600 വരെ 7 പേര്, 600 തൊട്ട് 700 വരെ 10 പേര്, 700 തൊട്ട് 800 വരെ 9 പേര്, 800 തൊട്ട് 900 വരെ 5 പേര്, 900 തൊട്ട് 1000 വരെ 4 പേര്, ടോട്ടൽ 41. അപ്പം ഇവിടെ നോക്കിക്കേ, ക്ലാസ് ഇൻ്റർവെൽ ആയിട്ടാണ് ഈ ചോദ്യം തന്നിരിക്കുന്നത്. മറ്റേത് 4000 3 പേര്, 5000 5 പേര്, അങ്ങനെയൊക്കെയായിരുന്നു ചോദ്യം. പക്ഷേ 4000 മുതൽ 5000 വരെ. അപ്പം നമ്മൾ ഈ ടേബിള് മറ്റേ രീതിയിലേക്ക്, വേറൊരു രീതിയിലേക്ക് മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? വെറും ഒറ്റ സംഖ്യകളായിരുന്നു. 4000 3, 5000 7. അപ്പം അങ്ങനെയുള്ള കണക്കുകളിൽ നമ്മൾ നമ്മുടെ ടേബിളിൽ അപ് ടു ആണ് ഇത്, 4000 വരെ 5000 വരെ. ഈ ചോദ്യത്തിൽ നമ്മൾ 500-ൽ കുറവ്, ബിലോ 500, ബിലോ 600, ബിലോ 700, ഇത് ക്ലാസ് ആയിട്ട് 400 മുതൽ 500 വരെ ക്ലാസ് ആയി തന്നത് കൊണ്ടാണ് നമ്മൾ ആ ടേബിളിനെ അങ്ങനെ മാറ്റി എഴുതുന്നത്. നോക്കിക്കേ, ടേബിൾ നമുക്ക് വേറെണ്ണം വരയ്ക്കാം. ഇതാണ് ഇത് വേജസ്, വേജസ്, നമ്പർ ഓഫ് വർക്കേഴ്സ്, നമ്പർ എന്ന് എഴുതുന്നുള്ളൂ. അത് ഇവിടെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് എഴുതുന്നത്. CF എന്ന് എഴുതിയാലും മതി, നമ്പറിന് പകരം CF എന്ന് എഴുതിയാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പം അപ് ടു 500 എന്നല്ല എഴുതേണ്ടത്, ബിലോ 500, 500-ൽ താഴെ. വെറും 500, 400 ഇല്ല, വെറും 500 ആയിരുന്നെങ്കിൽ അപ് ടു 500 എന്ന് എഴുതാം. ഇനിയിപ്പോൾ 400 തൊട്ട് 500 വരെ വന്നുകൊണ്ട് ബിലോ 500, ബിലോ 500 എത്ര പേര്? 6 പേര്. ബിലോ 600, 600 എന്ന് 600 കുറവ്. അപ്പം ഈ 400 500 എല്ലാം അതിൽ കുറവല്ലേ. അപ്പം ഈ 6-നോട് 7 കൂടെ കൂട്ടണം. എത്ര വരും? 13 വരും. ബിലോ 700, 700 കുറവെന്ന് പറയുമ്പോൾ എത്രയാണ്? ഈ 10 കൂടി കൂട്ടണം, അപ്പോൾ 23. ബിലോ 800, 800-ൽ കുറവ്. ഇതെല്ലാം 800-ൽ കുറവല്ലേ. അപ്പോൾ ഈ 9 കൂടി കൂട്ടണം. എന്താണ്? 32. ബിലോ 900, ബിലോ 900, 32 5 37. ബിലോ 1000, 37 4 41, ടോട്ടൽ 41 തന്നിട്ടുണ്ട്. ഇനി ആണ് നമുക്ക് കുറച്ച് ജോലികൾ. അരിത്തമാറ്റിക് പ്രോഗ്രഷൻ്റെ രീതിയിൽ നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് നമ്മൾ എങ്ങനെയാണോ പഠിച്ച ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം മീഡിയം, ഇവിടെ 41 ഒറ്റ സംഖ്യയാണ് അല്ലേ. അപ്പോൾ മീഡിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എവിടെയാണ് മീഡിയം വരുന്നത് അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്ത്, n+ മീഡിയൻ ഈസ് ഈക്വൽ ടു n+1/2th ടേം, ടൂത്ത്. അപ്പം 41 42/2 അല്ലേ. 42/2 വരുമ്പോൾ എത്ര വരും? 21. അപ്പോൾ 21st ടേം ഈസ് ദ മീഡിയൻ. അപ്പോൾ അതായത് 21ാമത്തെ ആളുടെ വേതനമാണ് എന്തായിട്ട് വരുന്നത്? മീഡിയൻ വേജ് ആയിട്ട് വരുന്നത്. മാധ്യമ വേതനം, മധ്യമല്ല മാധ്യമ വേതനം. അപ്പോൾ 21ാമത്തെ ആളുടെ ആണ് മാധ്യമ വേതനമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 13 വരെ ഉള്ളവർ 600 രൂപയിൽ കുറവ്, 23 വരെ ഉള്ളവർ 700 രൂപയിൽ കുറവ്,
ഇതിൻ്റെ ഇടയ്ക്കിൽ 21 വരുന്ന 13 കഴിഞ്ഞ് 14 തൊട്ട് 23 വരെ എത്ര രൂപ മേടിക്കുന്നത്? 600-നും 700-നും ഇടയ്ക്കുള്ള സംഖ്യയാണ് ഇവർ മേടിക്കുന്നത്. അപ്പം 13 കഴിഞ്ഞ് 14-ാമത്തെ ആളുടെ നമുക്കറിയോ? ഇല്ല. അപ്പോൾ 14-ാമത്തെ ആളുടെ വേതനം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. 13-ാമത്തെ ആളുടെ വേതനം നമുക്കറിയാം, എത്ര? 600. ഇനി 14-ാമത്തെ ആളുടെ വേതനം നമുക്ക് കണ്ടുപിടിക്കണം. അതിന് ഇവിടെ നോക്കിക്കേ, കോമൺ ഡിഫറൻസിൻ്റെ രീതിയിൽ അരിത്തമാറ്റിക് സീക്വൻസ് വെച്ച് ചെയ്യാം. അതായത് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 700 മൈനസ് 600 ബൈ 23 മൈനസ് 30 എത്ര വരുന്നത്? 100 ബൈ 10 ഈക്വൽസ് 10 എന്ന് കിട്ടും. അപ്പം നമുക്ക് ഡിഫറൻസ് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. അപ്പോൾ 13 പേരുടെ അറിയാം. ഇനി 14-ാമത്തെ ആളുടെ കണ്ടുപിടിക്കേണ്ടത്. 14-ാമത്തെ ആളുടെന്ന് പറയുന്നത് 13-ാമത്തെ ആളിൻ്റെ വേതനത്തിൻ്റെ കൂടെ കോമൺ ഡിഫറൻസിൻ്റെ പകുതി കൂടി കൂട്ടണം. x13 പ്ലസ് d/2. അപ്പോൾ 13-ാമത്തെ ആളുടെ വേതനം എത്രയാണ്? 600 പ്ലസ് d10/2 എത്ര കിട്ടും? 605 കിട്ടും. 14-ാമത്തെ ആളുടെ വേതനം 605. അപ്പോൾ 600. അന്നേരം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 21-ാമത്തെ ആളുടെ വേതനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 21-ാമത്തെ ആള് മീഡിയൻ എത്രയാണ്? 21-ാമത്തെ ആളല്ലേ മീഡിയൻ. അപ്പോൾ മീഡിയൻ കണ്ടുപിടിക്കേണ്ടത് 21-ാമത്തെ ആളുടെയാണ്. അപ്പോൾ 14 കൂടെ 7 കോമൺ ഡിഫറൻസ് കൂടെ കൂട്ടണം. 7 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം. അപ്പോൾ 14-ാമത് എത്ര കിട്ടി? 605 പ്ലസ് 7 ഇൻറ്റു 10 അപ്പോൾ എത്ര വരും? 605 പ്ലസ് 70 സമം 675. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ മീഡിയൻ വേജ് എന്ന് പറയുന്നത് എത്രയാണ്? മാധ്യമ വേതനം 675 രൂപയാണ്. ഓക്കെ, ഇത് 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇങ്ങനെ ടേബിൾ മാറ്റി എഴുതിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ടേബിൾ ഉണ്ടാക്കി വേണം നിങ്ങൾ ചെയ്യാൻ. അരിത്തമാറ്റിക് പ്രോഗ്രഷൻ, അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ രീതിയിൽ വേണം ചെയ്യാൻ. ഓക്കെ, ഇതുപോലൊരു ചോദ്യം കൂടെ നമുക്ക്. രണ്ടാമത്തെ ചോദ്യം, ദ ടേബിൾ ബിലോ ഷോസ് സം സ്റ്റുഡൻസ് sorted according their score in an examination. If the students are arranged according the order of their score, what is the assumed as score of 17th student? Find the median score. അതായത് ഒരു പരീക്ഷയ്ക്ക് കുറേ കുട്ടികൾക്ക് ലഭിച്ച സ്കോറുകളാണ് തരംതിരിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ടേബിൾ വായിക്കുന്നില്ല. കുട്ടികളുടെ അവരവരുടെ എന്താണ് മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ സ്കോറുകളുടെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചാൽ സങ്കല്പപ്രകാരം 17ാമത്തെ കുട്ടിയുടെ സ്കോർ എത്രയായി എടുക്കാം? മാധ്യമ സ്കോർ കണ്ടുപിടിക്കുക. മധ്യമ സ്കോർ കണ്ടുപിടിക്കുക. മാധ്യമമല്ല, മധ്യമ സ്കോർ. ഓക്കെ, ബോക്സ് വരച്ചിട്ടുണ്ട്. ബോക്സിനകത്ത് ഓരോന്ന് എഴുതി നമുക്ക് കണ്ടെത്താം. ബിലോ 30 30-ൽ കുറവ്. ബിലോ 30 എത്ര പേര്? 3 പേര്. ബിലോ 40 40-ൽ കുറവ് എത്ര പേര്? 9 പേര്. 6 കൂടെ കൂട്ടി 9. ബിലോ 50 50-ൽ കുറവ് എത്ര പേര്? 16 പേര്. 7 കൂടെ കൂട്ടി 16. ബിലോ 60 60-ൽ കുറവ് 10 കൂടെ കൂട്ടി 26. ബിലോ 70 എത്രയാ? 35 35. ബിലോ 80 4 കൂടെ കൂടി 39. അപ്പം മീഡിയൻ ക്ലാസ് നമുക്ക് മീഡിയൻ സ്കോർ നമുക്ക് കണ്ടുപിടിക്കണം. എത്രാമത്തെ ആളുടെ ആണ് മീഡിയൻ സ്കോർ എന്ന് കണ്ടുപിടിക്കണം. n+1/2 അതായത് 39 + 1/2 ഈക്വൽ 40/2. 20th സ്കോർ 20th എന്താണ്? 20th സ്കോർ ഈസ് ദ മീഡിയൻ സ്കോർ. ഇവിടെ നോക്കിക്കേ,
20th എവിടെ വരും നോക്കാം. ബിലോ 50 16. 16 പേര് 50 മാർക്കിൽ താഴെയാണ് എടുത്തത്. അപ്പോൾ 16 കഴിഞ്ഞാൽ 17, 18, 19, 26 വരെ എത്ര 60-ൽ താഴെ. അതായത് 50-നും 60-നും ഇടയ്ക്കാണ് 16 തൊട്ട് 26 വരെയുള്ള കുട്ടികൾ മേടിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട 20ാമത്തെ ആളുടെ ആണ് അല്ലേ. ഇത് കോമൺ ഡിഫറൻസ് വെച്ച് ചെയ്യാം. ഡി ഈക്വൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 60 മൈനസ് 50 ബൈ 26 മൈനസ് 16. 10/10 ഈക്വൽസ് 1. അപ്പം 16ാമത്തെ ആളുടെ വരെ അറിയാം, 50 കുറവ്. ഇനി 17ാമത്തെ ആളുടെ സ്കോർ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 16ാമത്തെ ആളുടെ സ്കോറിൻ്റെ കൂടെ പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കൂടി കൂട്ടണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 16ാമത്തെ ആളുടെ 50 അല്ലേ. 50 പ്ലസ് ഹാഫ് 50.5 50.5. ഇനി നമുക്ക് 20ാമത്തെ ആളുടെയാണ് കണ്ടുപിടിക്കേണ്ടത്. 17ൻ്റെ കൂടെ 3 കോമൺ ഡിഫറൻസ് കൂടെ കൂട്ടിയാൽ മതി. 17 3 20. അപ്പോൾ 17ാമത്തെ ആൾ നമുക്കറിയാം എത്ര 50.5 പ്ലസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് 1. അപ്പോൾ എത്ര കിട്ടും? 50.5 പ്ലസ് 3 53.5 എന്ന് കിട്ടും. അപ്പം മീഡിയൻ സ്കോർ 53.5. വെരി ഇമ്പോർട്ടൻറ്റ്, പ്രധാനപ്പെട്ട ചോദ്യമാണ്. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. എളുപ്പമല്ലേ? അപ്പോൾ ഈ ലെസണിലെ എല്ലാ ക്വസ്റ്റ്യനും ഒരുവിധം ചെയ്തു കഴിഞ്ഞു. നമുക്ക് എന്താണ് റിവിഷൻ മൊത്തം കംപ്ലീറ്റ് ആയി. 11 യൂണിറ്റിൻ്റെ റിവിഷൻ കംപ്ലീറ്റ് ആയി ഇരിക്കുകയാണ്. ഇനി ഒന്നുകൂടി പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ റിവിഷൻ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ബൈ. ഓക്കെ.